തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ CPIM പോളിറ്റ് ബ്യൂറോ ഈ മാസം 10, 11 തീയതികളിൽ ചേരും. പരാജയ കാരണങ്ങളും സംഘടനാ വീഴ്ചകളും യോഗത്തിൽ ചർച്ചയാകും. 22, 23 തീയതികളിൽ കേന്ദ്ര കമ്മിറ്റി യോഗവും വിളിച്ചിട്ടുണ്ട്. ശരത്ലാൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, എന്തായാലും ഒരു തോൽവി ഉണ്ടായതിന് പിന്നാലെ ഇത്തരത്തിൽ ജനറൽ സെക്രട്ടറി പ്രതികരിക്കുന്ന ഘട്ടത്തിൽ MAVB എന്തായാലും ഈ തോൽവി പരിശോധിക്കുമെന്നൊക്കെ പറയുമ്പോൾ പോലും വലിയ ഒരു തിരിച്ചടിയാണ് ഉണ്ടായതെന്ന് മാത്രമല്ല, രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭരിക്കുന്ന തരത്തിലുള്ള ഒരു സംസ്ഥാനം കൂടി ഇല്ലാതായിരിക്കുന്നു. പൂർണ്ണമായും തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം. അത് ഗൗരവമായി തന്നെ കാണുക, അത് ഗൗരവമായി തന്നെ പഠിക്കും എന്ന് തന്നെയാണ് CPIM പറയുന്നത്. രുചിഷ, അതുതന്നെയാണ്. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഇതാദ്യമായാണ് CPM-നെ രാജ്യത്ത് ഒരു ഭരണമില്ലാതെ വരുന്ന ഒരു അവസ്ഥ വരുന്നത്. അതുകൊണ്ട് തന്നെ പോളിറ്റ് ബ്യൂറോ വളരെ ഗൗരവപരമായി തന്നെ ഇക്കാര്യം ചർച്ച ചെയ്യും. ഇന്നലെ പാർട്ടി ജനറൽ സെക്രട്ടറി MAVB ഈ പരാജയക്കുറിച്ച് പ്രതികരിച്ചത് ഗുരുതരമായ തിരിച്ചടി എന്നാണ്. വളരെ പ്രധാനമായി അദ്ദേഹം പറഞ്ഞത് പാർട്ടി അണികളിൽ നിന്നും പാർട്ടിക്കാരിൽ നിന്നുള്ള ചോർച്ച, വോട്ട് ചോർച്ച, പൊതുജനങ്ങളിൽ നിന്ന് കൂടുതൽ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ്. അതായത് സ്വന്തം പാർട്ടി തലത്തിലുള്ള അഴിച്ചുപണിയിലേക്ക് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ പാർലമെന്റ് വ്യാമോഹം പാർട്ടി അണികൾക്കും നേതാക്കളുടെ ഉണ്ട്. അക്കാര്യം തിരുത്താൻ കഴിഞ്ഞില്ല. ആ തിരുത്തൽ രേഖ നേരത്തെ തന്നെ ഇത് പാർട്ടി കണ്ടെത്തുകയും അത് തിരുത്തണമെന്ന രീതിയിൽ സംഘടനാ റിപ്പോർട്ട് നടപടിയെടുക്കാൻ വേണ്ടി സംഘടനക്ക് പോളിറ്റ് ബ്യൂറോക്ക് അധികാരം നൽകുകയും ചെയ്തിരുന്നു പോളിറ്റ് ബ്യൂറോ സെൻട്രൽ കമ്മിറ്റി. എന്നാൽ ഇക്കാര്യത്തിൽ ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു തിരിച്ചടി കൂടിയാണ് കേരളത്തിലെ മുതിർന്ന നേതാക്കളടക്കം പാർലമെന്റ് വ്യാമോഹത്തിന് അടിമപ്പെട്ട മറ്റു എതിരാളികളെ കോൺഗ്രസിന്റെ പിന്തുണയോടെ വിജയിച്ചത് എന്നൊരു വിലയിരുത്തലാണ് അദ്ദേഹം ഇന്നലെ നടത്തിയത് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ. എന്നാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, പോളിറ്റ് ബ്യൂറോ യോഗത്തിലെ അജണ്ട തന്നെ മാറ്റി എഴുതിയിരിക്കുന്നു എന്നാണ്. ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട തന്നെ കേരളത്തിലെ പരാജയം, തമിഴ്നാട്ടിലെ നയപരമായ തീരുമാനമെടുക്കാനുള്ള വീഴ്ച തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അജണ്ടയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണരൂപയിൽ 10 മുമ്പേ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദമായ യോഗം ചേർന്ന് ഇത്തരമൊരു പരാജയ കാരണങ്ങൾ പോളിറ്റ് ബ്യൂറോന്റെ മുമ്പിൽ വെക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് പാർട്ടി ജനറൽ സെക്രട്ടറി നൽകിയിരിക്കുന്നത്. അതുമാത്രവുമല്ല, അതിനുശേഷം കേന്ദ്ര കമ്മിറ്റി നേരത്തെ തന്നെ നിശ്ചയിച്ചാണെങ്കിലും ഇതിന്റെയൊക്കെ അജണ്ട പൂർണ്ണ രൂപത്തിൽ മാറുന്നു എന്നുള്ളതാണ്